ഇന്ന് ബജറ്റ് നമ്മുടെ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ തുടങ്ങിയത് തന്നെ കേന്ദ്രത്തെ വിമർശിച്ചുകൊണ്ടാണ്. കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്ന ആ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ്. കേരളത്തിനോടുള്ള കേന്ദ്രത്തിന്റെ സാമ്പത്തിക വിടന എടുത്തു പറയുകയായിരുന്നു ധനമന്ത്രി. ഇന്ന് കേരളത്തെ ശ്വാസം മുട്ടിക്കാൻ കേന്ദ്രം ശ്രമിക്കുകയാണ്. കടുത്ത കേന്ദ്ര അവഗണനയിലും കേരളം പിടിച്ചു നിന്നത് തനത് വരുമാനത്തിലെന്നും കേന്ദ്രത്തിൽ നിന്ന് ആനുകൂല്യം വാങ്ങുന്നത് എടുക്കുന്നതിൽ ഐക്യതയില്ല എന്നും കെ.എൻ. ബാലഗോപാൽ. കേന്ദ്രത്തിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ വാങ്ങിയെടുക്കുന്ന കാര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾ കാണിക്കുന്ന ഒത്തൊരുമ പരസ്യമായ രഹസ്യമാണ്. ഭരണപക്ഷവും പ്രതിപക്ഷവും ഉദ്യോഗസ്ഥരും മാധ്യമപ്രവർത്തകരുമെല്ലാം ഒറ്റക്കെട്ടായി മുന്നിട്ടിറങ്ങും. കേരളത്തിൻ്റെ കഥ ദൗർഭാഗ്യമെന്ന് പറയട്ടെ നേർവിപരീതമാണ്. കേന്ദ്ര അവഗണനയുടെ വാർത്ത പുറത്തു വരുമ്പോൾ ആഘോഷിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. പ്രകൃതി ദുരന്തകാലത്ത് പോലും അതുണ്ടായി. പക്ഷേ സമീപകാലത്തൊരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. കേന്ദ്ര ഏജൻസികളുടെ കണക്കുകൾ നിരത്തിക്കൊണ്ട് കിട്ടാവുന്ന എല്ലാ വേദികളിലും അവഗണനയുടെ സത്യം ഞങ്ങൾ ആവർത്തിച്ച് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. വലിയ അവഗണനയുണ്ടെന്ന കാര്യം ഇപ്പോൾ വിദഗ്ധന്മാരും മാധ്യമങ്ങളും പൊതുവെ സമ്മതിക്കുന്നുമുണ്ട്. സർ, കേന്ദ്ര അവഗണനയെ പ്രതിരോധിക്കാനുള്ള ഒന്നാമത്തെ മാർഗം അനീതിയാണ് നടക്കുന്നതെന്ന് ഉറക്കെ വിളിച്ചു പറയുകയാണ്. കേരളം സംഘവിദഗ്ധന്മാർ ഒത്തൊരുമയോടെ നിന്നാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും.